ഹായ് സുഹൃത്തുക്കളെ, നാം നമ്മുടെ കണ്ണിൻ മുൻപിൽ കണ്ടതായ വയനാട് ദുരന്തം ഒരിക്കലും നമ്മെ മരവിപ്പിക്കുന്നതായ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തുടച്ചു മാറ്റാനായിട്ടാകുകയില്ല. സ്വന്തം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതായ കുഞ്ഞുങ്ങൾ, അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതായ മാതാപിതാക്കൾ, ഇവരെയൊക്കെയും ഈ സമയം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ വന്ന് എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത, സാമ്പത്തികമായും ശാരീരികമായി ഇവിടെ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തതായ നമ്മുടെ രാഷ്ട്രീയ പ്രമുഖർ, അതേപോലെ തന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാർ, അതിലുപരി സംഘടനകൾ, അതുപോലെ തന്നെ നമ്മുടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവരെയൊക്കെയും ഓർക്കുന്നു. അതിലുപരി നമ്മുടെ സൈനികർ, അവരാണല്ലോ ഏറ്റവും അധികം പ്രയാസപ്പെട്ടതും കഷ്ടപ്പെട്ടതും. അവിടെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാനായിട്ട് സാധിച്ചു. ഇവരെ എല്ലാവരെയും ഈ അവസരം ഓർക്കുകയാണ്. അതിലുപരി സ്വാതന്ത്ര്യദിനത്തിലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായ ഒരു വലിയ ജനസമൂഹം നമ്മുടെ ചുറ്റിലുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ അവസരം ഓർക്കേണ്ടിയിരിക്കുന്നു. രാജ്യം 77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രരചന ശൈലിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഏകദേശം 500-ലധികം വീട്ടുവസ്തുക്കൾ നിരത്തി വെച്ചുകൊണ്ടുള്ളതായ ഒരു പ്രത്യേക ഇൻസ്റ്റലേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ പൂർണ്ണമായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഒരു കലാകാരന്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതേപോലെ തന്നെ കഴിവതും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാവർക്കും ഒരു നല്ല സ്വാതന്ത്ര്യദിന ആശംസ നേർന്നുകൊള്ളുന്നു.